സ്വാതന്ത്ര്യം ലഭിച്ച് 7.5 പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ദളിത് മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് ഇന്നലെ ഗവർണർ ദളിത് കോൺക്ലേവിൽ പറഞ്ഞു. ശരിക്കും നമ്മളും ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. വീണ്ടും വീണ്ടും ദളിത് മുന്നേറ്റത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നിരവധി പ്രോജക്റ്റുകൾ, നിരവധി പദ്ധതികളാണ് നമ്മുടെ സർക്കാർ ദളിത് വംശജർക്കായി നീക്കിവെച്ചിട്ടുള്ളത്. എന്നിട്ടും വീണ്ടും ദളിത് മുന്നേറ്റം എന്നൊരു വിഷയം ഏറ്റെടുക്കുമ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ പട്ടികജാതി പട്ടിക വിഭാഗത്തെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ സംവരണം എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ആലോചിക്കേണ്ടി വന്നത് തന്നെ സമൂഹത്തിലെ ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. വളരെ പിന്നിലേക്കായിപ്പോയ ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. ആ വിഭാഗത്തെ, ആ സാമൂഹ്യമായ ഒരു അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ സാമൂഹ്യമായ പിന്നാക്കാവസ്ഥ നേരിടുന്നവരെ മുഖ്യധാരയിൽ എത്തിക്കാനാണ് അന്ന് സംവരണം കൊണ്ടുവന്നത്. ആ സംവരണം ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞു, ഇത് ഇത്ര വർഷത്തിൽ കൂടരുത്, അതിനുള്ളിൽ ഇത് പരിഹരിക്കണം. ഇവരെ സാമൂഹ്യമായി പിന്നിലേക്ക് ആഞ്ഞുപോയവരെ, പിന്നിലേക്ക് വീണുപോയവരെ മുഖ്യധാരയിൽ എത്തിക്കുകയും അവർക്ക് തുല്യനീതി നടപ്പാക്കുകയും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹികമായ ഉന്നതി ഒക്കെ നടപ്പിൽ വരുത്തുകയും വേണം. ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ദളിത് ശാക്തീകരണം അല്ലെങ്കിൽ ഈ പിന്നാക്ക വിഭാഗ ശാക്തീകരണം എന്ന പദ്ധതി ഒക്കെ ആരംഭിക്കുന്നത്. പക്ഷേ ഈ സംവരണത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് അത് വീണ്ടും പുതുക്കി വീണ്ടും നീട്ടി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 75 വർഷമാകുന്നു നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഇതൊക്കെ ആഘോഷിക്കുകയാണ്. 75ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ. ആ കാലത്ത് നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും നമുക്ക് ഈ ദളിത് ശാക്തീകരണം പറയേണ്ടി വരുന്നു? ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സമൂഹത്തിൽ പിന്നിലേക്കായിപ്പോയവരെ ഇനിയും മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് നിരന്തരം നമുക്ക് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഏറ്റവും ഒന്നാമത്തെ ഉത്തരം പറയേണ്ടത് ഏറിയ കാലം, അതായത് വളരെ കൂടുതൽ കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ആണ്. BJP ഇപ്പോൾ തുടർച്ചയായിട്ട് ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമേ ആയുള്ളൂ. ഇത് 10 വർഷം കഴിഞ്ഞു, 11ാം വർഷം പൂർത്തിയാകുകയാണ്. അതുപോലെ തന്നെ ഇടയ്ക്കൊരു 5 വർഷം BJPയുടെ ഭരണം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലത്ത് ഉൾപ്പെടെ നമുക്ക് ഈ പറയുന്നത് പോലെ ദളിതരെ ശാക്തീകരിക്കാൻ സാധിച്ചോ? അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ നമ്മൾ വിജയിച്ചോ? അതുപോലെ തന്നെ അവരുടെ ആ സാമൂഹികമായ പിന്നാക്ക അവസ്ഥ പരിഹരിക്കാൻ സാധിച്ചോ? തുല്യനീതി നമുക്ക് കൊടുക്കാൻ സാധിച്ചോ? ഇത് ഈ രാജ്യത്തെ മാറി ഭരിച്ച സർക്കാരുകളെ, ഏറിയ കാലവും ഭരിച്ച കോൺഗ്രസിന് നേരെയുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്ക് ബജറ്റിൽ പലപ്പോഴും മറ്റുള്ള പ്രോജക്റ്റുകൾക്ക് നീക്കി വെക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലേക്ക് 10% നീക്കി വെക്കണമെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ഉന്നമനത്തിനായി ശരിക്കും സർക്കാർ നീക്കി വെക്കുന്നില്ലേ? അവിടെ എന്തെങ്കിലും അല്ല, 10% ഒന്നുമല്ല, അതിൽ കൂടുതൽ തുക ഇവർക്ക് വേണ്ടി നീക്കി വെക്കേണ്ടതാണ്. അത് ഇവിടുത്തെ പ്രശ്നം ഈ കേന്ദ്രവും കേരളവും ഒക്കെ ഭരിച്ച നമ്മുടെ മുഴുവൻ സംസ്ഥാനങ്ങളെ എടുത്താൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഭരിച്ച സർക്കാരുകൾ അർഹമായ ഫണ്ട് ഈ പട്ടികജാതി പട്ടികവർഗ ശാക്തീകരണത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ സാമൂഹിക പിന്നാക്ക അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഒക്കെ മാറ്റിവെച്ച ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചു. ഒന്നാമത്തെ ചോദ്യം. 2, ആ വിനിയോഗം കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തിയോ? പണ്ട് നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞ വളരെ വിവാദമായൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പാർലമെൻറ്റിൽ എങ്ങണ്ടോ ആണ് അദ്ദേഹം പറഞ്ഞത്, അതായത് നമ്മൾ 1 രൂപ നമ്മുടെ രാജ്യത്തെ ഒരു വികസന പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനോ വേണ്ടി നമ്മൾ കൊടുത്താൽ, കേന്ദ്ര സർക്കാർ കൊടുത്താൽ, അത് 16 പൈസ മാത്രമാണ് ആ ഏറ്റവും അവസാനത്തെ ആളിലേക്ക് എത്തുന്നത്. ബാക്കി ഈ പറയുന്ന 84 പൈസയും അതിൻ്റെ 84% ഇടയ്ക്ക് വെച്ച് മറ്റു പല കൈകളിലേക്ക് പോവുകയാണ്. അതെ, പ്രതിപക്ഷ നേതാവ് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം കിഫ്ബി പദ്ധതിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ബജറ്റ് ഇനത്തിൽ നീക്കി വെക്കുമ്പോൾ ഏകദേശം 3000 കോടി രൂപയുടെ നഷ്ടമാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിലേക്ക് നീക്കിയിരിക്കുന്ന
സാധിക്കുന്നില്ല എന്നുള്ളത് വി ഡി സതീശൻ ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പം കിഫ്ബി പദ്ധതിയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള മറ്റുള്ള പ്രോജക്റ്റുകളിലേക്ക് സർക്കാർ വകയിനം വരുത്തുമ്പോൾ, അതിൽ ബജറ്റിലേക്ക് നീക്കിവീഴ്പ്പ് നടത്തുമ്പോൾ നമ്മുടെ ഈ ദളിത് വിഭാഗത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു മുന്നേറ്റത്തിന് അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കാര്യം ആണ് ഏറ്റവും പരിതാപകരം. ഈ പറയുന്നത് പോലെ ഈ വിഭാഗങ്ങൾക്ക് നീക്കിവെക്കുന്ന ഫണ്ട് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് അത് കൈമാറുന്നില്ല. കൈമാറിയാൽ തന്നെ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്നില്ല. താഴെ തട്ടിലേക്ക് അവർക്ക് അനുവദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പോലും സമയത്തിന് വിതരണം ചെയ്യുന്നില്ല. ഇതൊക്കെ കുടിശ്ശികയാകുന്നു. നിയമസഭയിൽ പലവട്ടം ചോദ്യം വന്ന് ഇപ്പോൾ നമ്മുടെ ആലത്തൂരിൽ നിന്ന് ജയിച്ച MP ആയ കെ രാധാകൃഷ്ണൻ, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത്, കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ചോദ്യം വന്നതാണ്. അപ്പോൾ പലപ്പോഴും ഈ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അടക്കം, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അടക്കം കുടിശ്ശികയാണ്. ഇതൊക്കെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. 5-6 മാസം എത്തുമ്പോഴാണ് ഇത് കൊടുക്കുന്നത്. കൃത്യമായി എല്ലാ മാസവും കൊടുക്കേണ്ടതാണ്. പക്ഷെ സർക്കാർ അത് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇതിനൊക്കെ തടസ്സം വരുന്നത്? ഇവരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവഗണന? എന്തുകൊണ്ട് ഇവരുടെ വിഹിതം, ഈ സ്കോളർഷിപ്പ് വിഹിതം ഉൾപ്പെടെയുള്ള അവരുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഒക്കെ, അവരുടെ ഈ ഗൃഹനിർമ്മാണ പദ്ധതികൾ, പാർപ്പിട ഭവന പദ്ധതികൾ, ഇതിലൊക്കെ വലിയ വീഴ്ചകൾ വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ കൃത്യമായി ഫണ്ട് അവിടെ എത്തുന്നില്ല. കൃത്യമായി കാലാകാലങ്ങളിൽ നമ്മുടെ ഈ നാട്ടിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ, മാത്രമല്ല നമുക്കറിയാം വനവാസ മേഖലയിൽ നിന്ന് മൃഗങ്ങൾ വരുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട നിരവധി ദുരന്തങ്ങൾ നമ്മളുടെ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കെ രാധാകൃഷ്ണൻ എടുത്തിട്ടുള്ള പല വസ്തുതകളും നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടും നമ്മൾ കാണുകയാണ്. അപ്പം ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് പത്മശ്രീ പുരസ്കാരം കിട്ടിയ ലക്ഷ്മിക്കുട്ടിയമ്മ, നാട്ടുവൈദ്യ ചികിത്സ അറിയാമല്ലോ. അപ്പൊ അവര് ഒരു ആദിവാസി മേഖലയിൽ നിന്ന് വരുന്നതാണ്. അവരിപ്പോഴും നിലവിലും താമസിക്കുന്നത് ആ ഒരു മേഖലയിൽ തന്നെയാണ്. അവർ പരാമർശിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അവരുടെ മകനും മരുമകനും കൊല്ലപ്പെട്ടത് ഇത്തരത്തിൽ ആനയുടെ ആക്രമണത്തിലാണ്. ഇപ്പോഴും നിരവധി പേര് അവരുടെ അടുത്താണ് ചികിത്സ തേടിയെത്തുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ, അത് മാത്രമല്ല വനമേഖല, ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാം. വനവാസിയുടെ ജീവിതം ഇല്ലാതാക്കിയത് വന നിയമമാണ് എന്നാണ് അവര് വളരെ വേദനയോടെയാണ് പറഞ്ഞത്. പണ്ടത്തെ പോലെയല്ല, മൃഗങ്ങൾ ഇപ്പോൾ അടുക്കളയിലാണ് വരുന്നത്. ആനയെ ഒന്നും ചെയ്യരുതെന്നാണ് മന്ത്രി പറയുന്നത്. കല്ലുകൊണ്ടല്ല, കുഞ്ഞു നാരങ്ങ കൊണ്ടേ എറിയാവൂ. ഇവിടെ ജനാധിപത്യമല്ല മൃഗാധിപത്യമാണ്. തൻ്റെ മൂത്ത മകനെയും മരുമകനെയും ആനയാണ് എന്ന് ലക്ഷ്മിക്കുട്ടിയമ്മ പറയുമ്പോൾ തികച്ചും ഒരു വനവാസ മേഖലയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിതമാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. ഇപ്പോഴും മന്ത്രി ഉൾപ്പെടെയുള്ളവർ മൃഗങ്ങളെ സംരക്ഷിക്കുന്നു, പക്ഷെ മനുഷ്യനെ സംരക്ഷിക്കുന്നില്ല. അവിടെ ഇവർക്ക് വേണ്ടുന്ന ആശുപത്രി സൗകര്യങ്ങൾ നമുക്കറിയാം. അട്ടപ്പാടി പോലുള്ള മേഖലയിൽ എത്രയോ ശിശുക്കളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ശിശുനിരക്ക് ഈയിടയ്ക്ക് നമ്മൾ വായിച്ചു കേട്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ പണ്ടും എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഗവർണർ പറയുന്നതും അല്ലെങ്കിൽ ഈ ഒരു കോൺക്ലേവിൽ പറയുന്നതും ശരിയാണ്. അതിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയത്. അദ്ദേഹം പറയുന്നത് എൻ്റെ വായ അടപ്പിക്കുകയാണ്. എനിക്ക് തുറന്നു പറയാൻ സാധിക്കില്ല. അത് വി ഡി സതീശന്റെയും ഗവർണറുടെയൊക്കെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഇത് ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് കാലാകാലങ്ങളിലായി അനുവദിക്കപ്പെട്ട ഫണ്ട് നേരിട്ട് അവരുടെ കയ്യിൽ എത്തപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ ഇതിനേക്കാൾ ഉന്നതി ജീവിതത്തിൽ കൈവരിച്ചേനെ. ഇത് അവർക്ക് വേണ്ടി നടപ്പാക്കുന്ന പല പദ്ധതികളും വലിയ പരാജയത്തിലേക്കാണ് പോകുന്നത്. അവരെ വേണ്ട വിധത്തിൽ ശാക്തീകരിക്കുന്നില്ല. അതിന് ഉത്തരം പറയേണ്ടത്, ഏറ്റവും കൂടുതൽ അതിൽ ബാധ്യത, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ആണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഒരു കോൺക്ലേവ് ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നത് നല്ലതാണ്. അവർ അവരുടെ തെറ്റുകൾ തിരുത്തട്ടെ. ആ സംഭവിച്ച അബദ്ധങ്ങൾ, തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി. സാർ, എനിക്ക് പറയാനുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ ഒരു ഇത് എൻ്റെ പോലും അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു കോൺക്ലേവിന്റെ മുഖ്യമായിട്ട് സംഘടിപ്പിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ എന്തായിരിക്കും കാരണം? അദ്ദേഹത്തിന് പോലും അവർ നേരിടുന്ന പ്രതിസന്ധി തന്നെയാണ് അതിൻ്റെ കാരണം. അവരിപ്പോഴും ഈ പറയുന്നത് പോലെ സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ കഴിയുന്നു. അവർക്ക് വേണ്ട വിധത്തിൽ ഉന്നതി ഉണ്ടാകുന്നില്ല. സാമൂഹ്യ നീതി നടപ്പായിട്ടില്ല. അവരുടെ ജീവിതം ഈ പറയുന്നത് പോലെ വനവാസികളുടെയും പട്ടികജാതിക്കാരുടെയും ജീവിതം ഇന്നും ഒരു വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ആ വിഭാഗത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത്
കൊടിക്കുന്നിൽ സുരേഷ് കൃത്യമായിട്ട് അവിടെ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ ശാക്തീകരണം ഇനിയെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.